ഇന്നത്തെ റെസിപ്പി വീട്ടിലുള്ള ചേരുവകൾ കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാവുന്ന വളരെ രുചികരമായിട്ടുള്ള ആവിയിൽ വേവിച്ചെടുക്കുന്ന ഒരു എണ്ണയില്ല പലഹാരമാണ്. ബ്രേക്ക്ഫാസ്റ്റിനും ഈവനിങ് സ്നാക്കായിട്ടും അതുപോലെ തന്നെ ഇഫ്താറിനും കഴിക്കാൻ പറ്റിയ ഹെൽത്തി ആയിട്ടുള്ള ഈ പലഹാരം തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. അത് നല്ല പോലെ ഒന്ന് കഴുകിയെടുക്കണം. ഇപ്പോൾ ഒരു 2-3 പ്രാവശ്യം ഒന്ന് കഴുകിയെടുക്കണം. പിന്നീട് ഇതിനകത്തേക്ക് വേണ്ടത് 1 ടീസ്പൂൺ ഈസ്റ്റ്, 1/2 കപ്പ് തേങ്ങ ചിരകിയത്, പിന്നെ 1/2 കപ്പ് ചോറും ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല പോലെ ഒന്നുകൂടെ മിക്സാക്കി വയ്ക്കാം. ഇനി ഒരു ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഒരു 2 മണിക്കൂർ സമയത്തേക്ക് ഈ ഒരു അരിയൊക്കെ ഒന്ന് കുതിരാനായിട്ട് മാറ്റി വയ്ക്കാം. അതിനുശേഷം വേണം ഇത് അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഞാനിവിടെ കുത്തരിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. കുത്തരിയുടെ ചോറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വെള്ളരിയുടെ ചോറ് എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ല വെള്ള കളറിലുള്ള ഒരു സ്നാക്ക് നമുക്ക് കുറച്ചുകൂടെ നല്ലൊരു വെള്ള കളറായിട്ടുള്ള സ്നാക്ക് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇതിനകത്തേക്ക് കുറച്ചൊരു ഉപ്പ് ചേർക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് അടിച്ചെടുക്കണം. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ട് വേണം അടിച്ചെടുക്കാനായിട്ട്. ഒരുപാട് വെള്ളം ചേർക്കരുത് കേട്ടോ. നമ്മൾ അപ്പമൊക്കെ ഉണ്ടാക്കില്ലേ ആ ഒരു കൺസിസ്റ്റൻസിയിലുള്ള വെള്ളം ചേർത്ത് വെച്ചാൽ മതി. അതായത് ഇഡ്ഡലിനേക്കാളും കുറച്ചുകൂടെ ഒന്ന് ലൂസായിട്ടുള്ള മാവ് കൊണ്ട് എടുക്കാനായിട്ട്. അപ്പോൾ അതായത് അരി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് മൂടി വയ്ക്കാം. ഇനി ഒരു മണിക്കൂറിന് ശേഷം അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ തൊട്ട് 1 മണിക്കൂർ വരെയുള്ള സമയം അതിനുള്ളിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോഴേക്കും ഇത് നന്നായിട്ട് പുളിച്ച് വരുന്നതാണ് കേട്ടോ. നമ്മൾ ചേർത്തിരിക്കുന്നത് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഈസ്റ്റാണ് ചേർത്ത് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കുന്നത് എന്താണെന്ന് പറഞ്ഞില്ലല്ലോ ഇത് കിട്ടും. അപ്പോൾ ഇതിപ്പോൾ ഉണ്ടാക്കുന്നത് വെള്ളപ്പോള എന്ന് പറയുന്ന ഒരു സ്നാക്കാണ്. അപ്പോൾ ഇതിന് നമ്മുടെ ഇവിടെ വട്ടയപ്പം എന്ന് പറയും. പക്ഷേ വട്ടയപ്പം എന്ന് പറയുമ്പോൾ അതിനകത്ത് നമ്മൾ സാധാരണയായിട്ട് ഏലക്കാപ്പൊടി ചേർക്കാറുണ്ട്. പക്ഷേ ഈ വെള്ളപ്പോളയിൽ അതിന് ഏലക്കാപ്പൊടി ഒന്നും ചേർക്കാറില്ല കേട്ടോ. ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇനി ഇതിൻ്റെ അപ്പോൾ ഇത് കണ്ടില്ലേ നന്നായിട്ട് പുളിച്ച് പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പുളിയൊന്നും ഉണ്ടാവില്ല കേട്ടോ. കുറച്ച് സമയമല്ലേ നമ്മൾ വയ്ക്കണുള്ളൂ. അപ്പോൾ പക്ഷേ നന്നായിട്ട് ഇങ്ങനെ നല്ല ബബിൾസൊക്കെ പോലെ ഇങ്ങനെ വന്ന് നല്ലതായിട്ട് വന്നിട്ടുണ്ടാകും. അപ്പോൾ അതിൻ്റെ പതയൊന്നും കളയാണ്ട് നമ്മൾക്ക് ഒരുപാട് മിക്സ് ആക്കരുത്. ഒരുപാട് മിക്സ് ആക്കാണ്ട് കോരി നമ്മൾ ഏതെങ്കിലും പാത്രത്തിലിട്ട് ഉണ്ടാക്കുന്നത് അതിനകത്ത് വയ്ക്കട്ടെ. ഞാനിപ്പോൾ ഒരു കേക്ക് ടിന്നാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് അതിനകത്ത് കുറച്ചൊരു എണ്ണ തടവിയതിന് ശേഷം വേണം ഈ ഒരു മാവ് അതിനകത്ത് കോരി ഒഴിക്കാൻ. അപ്പോൾ ഒരു 3-4 തവി മാവ് ഒഴിച്ച് വെച്ചാൽ മതി കേട്ടോ. ഒരുപാട് അങ്ങോട്ട് ഒഴിക്കുകയും വേണ്ട. എന്നിട്ട് ഇത് നമ്മൾ ഇഡ്ഡലി ചെമ്പൊക്കെ ഉണ്ടല്ലോ അതിനകത്ത് ഒരു സ്റ്റീമറിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റൊക്കെ വേവിച്ചെടുത്ത് വെച്ചാൽ മതി കേട്ടോ. ഒരു 8 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേനും റെഡിയായി വരുന്നതാണ്. അപ്പോൾ ഒരു ബർണറിൻ്റെയൊക്കെ രീതി അനുസരിച്ച് ഒരു 10 മിനിറ്റ് വരെയൊക്കെ മാക്സിമം സമയം എടുക്കുന്നതാണ്. അപ്പോൾ അതിനുള്ളിൽ തന്നെ നമ്മുടെ വെള്ളപ്പോള റെഡിയായി വരുന്നതാണ്. ഇത് നമ്മൾ ഇഫ്താറിനൊക്കെ ഇഫ്താറിന് ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ് കേട്ടോ. അതുപോലെ തന്നെ കുട്ടികൾ സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ കൊടുക്കാനും ഒക്കെ പറ്റിയതാണ്. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ സാധാരണ ഇത് ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ കഴിക്കാം കേട്ടോ. കാരണം ചെറിയൊരു മധുരവും ഒക്കെ ഉണ്ടല്ലോ അങ്ങനെ. പക്ഷേ ചിലപ്പോൾ കുട്ടികൾക്കൊക്കെ കുറച്ചുകൂടെ ഇഷ്ടമാവണത് ഒരു പാലും കൂടെ ചേർത്തിട്ടുള്ളൊരു മധുര സ്റ്റൂ അതും കൂടെ ചേർത്തിട്ടുണ്ടാക്കുകയാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടെ ഇഷ്ടം. അതായത് തേങ്ങാപ്പാലിലേക്ക് നമ്മൾ കുറച്ച് ഈ പഴം അരിഞ്ഞിട്ടിട്ട് ഉണ്ടാക്കിയെടുക്കുമല്ലോ അതാണ് കേട്ടോ ഇതിൻ്റെ ഒരു കോമ്പിനേഷനായിട്ട് കൊടുക്കണത്. നമ്മൾ വട്ടയപ്പത്തിന് പിന്നെ പ്രത്യേകിച്ച് കോമ്പിനേഷനൊന്നുമില്ലല്ലോ. വട്ടയപ്പം കറക്റ്റ് ആ ഒരു മധുരത്തിലൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ അതങ്ങനെ തന്നെ കഴിക്കുക ചെയ്യാറുള്ളത്. അപ്പോൾ ഇതൊന്ന് കുറച്ചൊന്ന് ചൂടാറിയതിന് ശേഷം വേണം കേട്ടോ കൊട്ടിയിടാനായിട്ട്, അല്ലെങ്കിൽ ഇത് പൊട്ടിപ്പോവും. അപ്പോൾ കുറച്ചൊന്ന് ചൂടാറി കഴിയുമ്പോൾ നമുക്ക് കൊട്ടിയിടാം. എന്നിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു അടിപൊളി സ്നാക്കാണ് കേട്ടോ. അപ്പോൾ ഒരു 2-3 മണിക്കൂറിനുള്ളിൽ തന്നെ നമുക്കിത് റെഡിയായി വരുന്നതാണ്. അതായത് ആ ഒരു പൊളിച്ച് വരാനുള്ള ഒരു ടൈം എടുത്ത് വെച്ചത്. അപ്പോൾ സാധാരണ രീതിയിൽ നമ്മളിത് റെഡിയാക്കി വരുമ്പോഴത്തേനും ഒരുപാട് സമയം എടുക്കാറുണ്ട് കേട്ടോ. പക്ഷേ ഇതുപോലെ ഒന്ന് റെഡിയാക്കുവാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. എന്നിട്ട് ഇത് തേങ്ങാപ്പാൽ ഇതുപോലെ തേങ്ങാപ്പാലിൽ കുറച്ച് ചെറുപഴമാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. നമ്മുടെ ഞാലിപ്പൂവമ്പഴം ഉണ്ടല്ലോ അതും കൂടെ ചേർത്തിട്ട് കുറച്ച് പഞ്ചസാരയും കൂടെ ഇട്ട് പിന്നെ കുറച്ച് ഏലക്കാപ്പൊടിയും കൂടെ ഇട്ടിട്ടുണ്ട്. അത്രയും വെച്ചിട്ട് മിക്സാക്കി എടുത്തതാണ് കേട്ടോ ഇത്. അപ്പോൾ ആ ഒരു പാലും കൂടെ ചേർത്തിട്ട് അതായത് ഇങ്ങനെ കഴിക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാനിപ്പോൾ ഇത് സ്പൂണൊക്കെ വെച്ച് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. നമ്മൾ കൈ ഉപയോഗിച്ചിട്ട് കഴിക്കാം, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഈ നോമ്പിലൊക്കെ
ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കുമാണ്. അതുപോലെ കുട്ടികളെ സ്കൂൾ വിട്ട് വരുമ്പോഴാണെങ്കിലും വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാനും പറ്റും. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ലൊരു ഉഷാറ് വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ആയിഷസ് ക്രിയേഷൻസ്.